അപ്പൊ എവിടെ എന്ത് ശീലങ്ങൾ ചോദിക്കണമെങ്കിലും ഈ ഒരൊറ്റ കോഡ് ആലോചിച്ചാൽ മതി. ഏത്? ദുശ്ശീലം. പ്രണയം ടെക്നിക്, ശക്തിമാൻ ടെക്നിക്, ബോസ് ടെക്നിക്, ഉണ്ടപ്പൻ ടെക്നിക്, ഇങ്ങനെ പോകുന്ന ടെക്നിക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പഠിക്കാനുള്ള അവസരമുണ്ട്. സ്പീക്കേഴ്സിന്റെ ആപ്പ് ഉണ്ടായിരിക്കും, ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും. ഒരു 80% നമ്മളെ ക്ലാസ്സിൽ പ്രാക്ടീസ് ആയിരിക്കും. ഇംഗ്ലീഷ് പരിശീലന രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ ആ രംഗത്ത് ആ വഴിയിൽ വ്യത്യസ്തമായ രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി CEO ശ്രീ മസ്ദൂഖ് നിസാമിയാണ് നമുക്ക് ഇന്ന് ചേരുന്നത്. വെൽക്കം മസ്. താങ്ക് യു സർ. അപ്പോൾ സാധാരണ പരിശീലനത്തിൽ നിന്ന് വ്യത്യസ്തമായി കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നാണ് നിങ്ങളുടെ അവകാശവാദം. നിങ്ങൾ അതാണ് ഈ വർഷങ്ങൾ കാലയളവ് അടക്കം തുടർന്നു വന്നത്. എങ്ങനെയാണത്? എന്താണ് അതിൻ്റെ രീതി എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് ഒറ്റ കാര്യം പറയാം. ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് പഠിച്ചിട്ടുണ്ട്. സാറ് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് സിമ്പിൾ പ്രസന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആളുകൾക്കും അത് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ഞാൻ സിമ്പിൾ പ്രസന്റ് സാറെ പഠിപ്പിക്കാൻ പോകുന്നത് വെറും ഒരു 4 സെക്കൻഡ് കൊണ്ടാണ്. സിമ്പിൾ പ്രസന്റിന്റെ സ്പീക്ക് യൂസിയുടെ കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുശ്ശീലം. ദുശ്ശീലം. അതായത് ശീലങ്ങൾ എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഡു യൂസ് ചെയ്യണം. ഹാബിച്വൽ ആക്ഷൻസ്. അപ്പോൾ ഞാൻ സാറോട് ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ടോ? ശീലല്ലേ? അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഡു ചേർത്താൽ മതി. ഡു യു റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ? ഓക്കെ. എല്ലാ ദിവസവും 24 ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരാറുണ്ടോ? ശീലല്ലേ? യു കം ടു ദിസ് ഓഫീസ് എവറി ഡേ? അപ്പോൾ എവിടെ എന്ത് ശീലങ്ങൾ ചോദിക്കണമെങ്കിലും ഈ ഒരൊറ്റ കോഡ് ആലോചിച്ചാൽ മതി. ഏത്? ദുശ്ശീലം. ഇനി മറക്കോ? അല്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള 20 രസകരമായ കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് സ്പീച്ച് പഠിപ്പിക്കുന്നത്. ദുശ്ശീലം, പ്രണയം ടെക്നിക്, ശക്തിമാൻ ടെക്നിക്, ബോസ് ടെക്നിക്, ഉണ്ടപ്പൻ ടെക്നിക്, ഇങ്ങനെ പോകുന്ന ടെക്നിക്കുകൾ. ഇതൊരു വട്ടം കേട്ട് കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ് ഒരു കുട്ടിക്കും ജന്മത്തിൽ മറക്കാൻ കഴിയില്ല. അപ്പം അതേ സ്ഥാനത്ത് സാധാരണ ട്രഡീഷണൽ സിസ്റ്റം ആണെങ്കിൽ ഈ സിമ്പിൾ പ്രസന്റ് പഠിക്കാൻ വേണ്ടി മാത്രം നമുക്ക് 2-3 മണിക്കൂർ ആവശ്യമാണ്. പഠിച്ച് 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ചെയ്യില്ല. നമ്മളെങ്ങനെ പഠിക്കുക? WH ക്വസ്റ്റ്യൻ, ഓക്സിലറി, സബ്ജക്റ്റ്, മെയിൻ വർബ്, ഇതാണ് പഠിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധാരണ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഒരു 10x ടൈംസ് എഫക്റ്റീവാണ് ഈ മെത്തേഡ്. മാത്രമല്ല പഠിച്ച വിഷയങ്ങൾ അടിച്ചു കൊന്നാലും ആൾ മറക്കില്ല. ഉണ്ടപ്പൻ ടെക്നിക്ക് എന്താ സംഭവം? ഉണ്ടപ്പൻ ടെക്നിക്ക് എന്താണ്? അപ്പം ഇംഗ്ലീഷിൽ നമ്മൾ സംസാരത്തിൻ്റെ ഒരു 30% വരുന്നത് നമ്മൾ ആളുകളോട് ഉണ്ടോ, ഉണ്ടായിരുന്നു, ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ സാറിനോട് ചോദിക്കും, സാറിന് ഇത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാംസ് ഉണ്ടോ? ഇന്നലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സംസാരത്തിൻ്റെ 30%. ഇതിന് പൊസഷൻ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇത് ചോദിക്കാനുള്ള 3 ടെക്നിക്കുകളാണ് നമ്മൾ ഈ ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു ഉണ്ടപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ കഥാപാത്രത്തിന് ഒരു മന്ത്രം കൂടി നമ്മൾ കൊടുക്കുകയാണ്. മന്ത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡുഹ, ഡിഡഹ, വിലഹ. അപ്പോൾ ഈ ഉണ്ടപ്പൻ്റെ ഈ 3 മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഉണ്ടോ, ഉണ്ടായിരുന്നോ, ഉണ്ടാകുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് മന്ത്രം എടുക്കുക, ഡുഹ. ഡുഹ എന്ന് പറഞ്ഞാൽ ഡു യു ഹാവ്. ഡു യു ഹാവിൻ്റെ ഷോർട്ടാണ് ഡുഹ എന്നുള്ളത്. അപ്പോൾ അത് ആ മന്ത്രം നമ്മൾ പഠിക്കലോട് കൂടി മൈൻഡിൽ നിന്ന് ജന്മത്തിൽ അത് പോല ഡുഹ. ഓക്കെ. അപ്പോൾ ഞാൻ സാറോട് ഡു യു ഹാവ് പ്രോഗ്രാം ആഫ്റ്റർ ദിസ് ഇന്റർവ്യൂ ആൻഡ് ഡു യു ഹാവ് എനി മീറ്റിംഗ്സ് അറ്റ് 5 o'clock ടുഡേ? ആണോ? ഒരിക്കലും നമ്മൾ മറക്കൂല. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള 20 കോഡുകൾ അത് ആകെ പഠിക്കാൻ നമുക്ക് കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് പ്രാക്ടീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സമയം. ശരി, കൊള്ളാം. ഉണ്ടപ്പന കൊള്ളാം. പക്ഷേ കോഡ് മാത്രം പഠിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് സ്വായത്തമാവും, പ്രാക്ടീസോടെ വേണ്ടേ? ഡെഫിനറ്റ്ലി. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ സാധാരണ സിസ്റ്റത്തിന്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ നമ്മൾ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും പഠിച്ച സമയം വേസ്റ്റ് ആക്കും. അവിടെ പ്രാക്ടീസിന് സമയം കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 20% സമയം മാത്രമേ നമുക്ക് എന്തിനാവശ്യമുള്ളൂ? പഠിക്കാൻ ആവശ്യമുള്ളൂ. അപ്പൊ നേരത്തെ നമ്മൾ ദുശ്ശീലം എന്ന് പഠിച്ചത് ഒറ്റ 4 സെക്കൻഡ് കൊണ്ടാണ്. ബാക്കി സമയം കംപ്ലീറ്റ് നമുക്ക് പ്രാക്ടീസിന് യൂസ് ചെയ്യാം. ഇപ്പൊ 80% നമ്മളെ ക്ലാസ്സിൽ പ്രാക്ടീസ് ആയിരിക്കും. 20% മാത്രമേ തിയറിക്ക് ആവശ്യമുള്ളൂ, കോഡ് പഠിക്കാൻ ആവശ്യമുള്ളൂ. അതേ സ്ഥാനത്ത് ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ എല്ലാ ടൈം ഏകദേശം ഭൂരിപക്ഷം സമയം നമ്മൾ തിയറിയും പഠിച്ചിരിക്കും, പ്രാക്ടീസോടെ കിട്ടുന്നില്ല. അതായത് ഇത് റിസൾട്ട് ഓറിയന്റഡ് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്? ഡെഫിനറ്റ്ലി, ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ 19 വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വളരെ പ്രൂവൺ ആയിട്ടുള്ള സിസ്റ്റമാണത്. ഓക്കെ. അതോ കിട്ടിയില്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ ഇംഗ്ലീഷ് പരിശീലന രംഗത്ത് വളരെ ചങ്കൂറ്റത്തോടു കൂടി റീഫണ്ടിനെ കുറിച്ച് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. കഴിഞ്ഞ 19 വർഷമായിട്ട് റീഫണ്ട് പറയുന്നത് എന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 19 വർഷമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഡിൽ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ. റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ 100% റീഫണ്ടാണ്. അവിടെ നമ്മൾ നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടാഞ്ഞത്, എന്താ കാരണം, കമ്പനീൻ്റെ റീസൺ ആണെങ്കിൽ നമ്മൾ എന്തെയില്ല തരം നിങ്ങളുടെ പേഴ്സണൽ റീസൺ, അങ്ങനത്തെ ഒരു കണ്ടീഷൻസും ഇല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് ഒരാൾ ഈ കോഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അയാൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും, റിസൾട്ടും കിട്ടും. അപ്പോൾ 19 വർഷം 7 ലക്ഷം വിദ്യാർത്ഥികൾ, അത് ചെറിയ കണക്കല്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ആ ട്രസ്റ്റിൻ്റെ സീക്രട്ട് എന്താണ്? അതിലൊന്നുമില്ല. ഇത്രയും ആളുകൾ സ്പീക്കേഴ്സിനെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളത് ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോമിസ് നമുക്ക് അടിപൊളിയായിട്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ആ ഒരു സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ്സുമാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ പ്രവാസികൾ കുറേ അധികം പേർ ഈ ഭാഷ കൈവശമില്ലാത്തതാണ് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്താണ് നിങ്ങൾ കൊടുക്കാനുള്ളത്? ഇപ്പോൾ സ്പീക്കേഴ്സിൽ വരുന്ന വിദ്യാർത്ഥികളിൽ ഒരു ഭൂരിപക്ഷ ആളുകളും നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. GCC ഉണ്ട്, UK ഉണ്ട്, ഒരുവിധ എല്ലാ രാഷ്ട്രങ്ങളിലും നമുക്ക് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീ ആകുന്ന സമയത്ത് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും പഠിക്കാനുള്ള അവസരമുണ്ട്. സ്പീക്കേഴ്സിൻ്റെ ആപ്പ് ഉണ്ടായിരിക്കും, ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു പ്രത്യേക സമയത്ത് തന്നെ വരണം എന്നില്ല. പ്രവാസികൾക്ക് അടിപൊളിയായിട്ട് അവരുടെ ഫ്രീ സമയത്ത് ഇരുന്നിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. 15 ദിവസം കൊണ്ട് 20 കോടികളാണ് നിങ്ങളുടെ അവകാശവാദം. കേവലം അവകാശവാദമാണോ അതോ യാഥാർത്ഥ്യമാണോ അത്? സാറിന് ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ട്. 15 ദിവസം 20 കോടികൾ. ഈ 20 കോടികളില്ലെങ്കിൽ ഒരു കുട്ടിക്കും 15 ദിവസം കൊണ്ട് ഒരാളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ആ ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പഠിച്ചു, ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് മാത്രം പഠിക്കണമെങ്കിൽ 2 മണിക്കൂർ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, 2 സെക്കൻഡ് മതി. മറക്കും ചെയ്യില്ല, നമ്മൾ മറക്കൂല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും എഫക്റ്റീവ്നെസ്. അപ്പോൾ ആ ഒരു 20 കോടികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 19 വർഷമായിട്ട് ഇത്രയും ചങ്കൂറ്റത്തോടു കൂടി പറയുന്നത് 15 ദിവസം 20 കോടികൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവും. മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് പൊതുവെ കാണാറുണ്ട്. എന്താണ് കാരണം? അതെ, എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുഷ്പത്തിൻ്റെ മാല ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇത് വേണം, പുഷ്പവും വേണം, കോർക്കാനും പഠിക്കണം. അപ്പോൾ ഈ കോർക്കാനുള്ള ഐഡിയ ആണ് ഇപ്പോൾ സ്പീക്കേഴ്സ് ഒക്കെ നൽകുന്ന 20 കോഡുകൾ. ഈ പുഷ്പമാണ് ഏത് വൊക്കാബുലറി എന്നുള്ളത്. അപ്പം മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതെങ്ങനെ കോർക്കണം എന്നറിയാത്തതാണ്. നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ എങ്ങനെ കോർക്കണം, എവിടെയാണ് ഹാസ് എവിടെ, ഈസ് എവിടെ, ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നതിൻ്റെ പ്രധാന പ്രശ്നം. നിങ്ങൾ മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളോട് പഠിപ്പിക്കാൻ, ഇംഗ്ലീഷ് പഠിപ്പിക്കാനുണ്ട്. പിന്നെ നിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ചൊരു വിദ്യാർത്ഥി വരണം എന്നെന്തുകൊണ്ടാണ് പറയുക? അത് ഞാൻ പറയുന്നത് 4 റീസൺസ് ഉണ്ട്. അതിന് നമുക്ക് മാപ്പാർ എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചിട്ട് പറയാം. മാപ്പാർ അതിന് കോഡ് ഉണ്ട്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ്. സ്പീക്ക് ഈസിയെ പോലെ ഇത്രയും പവർഫുൾ മെത്തേഡ് വേറെ എവിടെ ഒരാൾക്ക് കാണാൻ പറ്റില്ല. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പീക്ക് ഈസി ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഈ വാട്സപ്പിലൂടെ ഓഡിയോ ക്ലാസ് അയച്ചു കൊടുക്കുന്ന സിസ്റ്റത്തിൽ നമുക്ക് നല്ലൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്പ് ഉണ്ട്. അതിലൂടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവർക്ക് കിട്ടും. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ കൂടെ അവർക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. ഈ ട്രെയിനറാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, അവരുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തുന്നത്. ഒരു ഫ്രണ്ടിനെ പോലെ കൂടെ ഒരു ട്രെയിനർ ഉണ്ടായിരിക്കും. ഇതാണ് മാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കേഴ്സിൻ്റെ കോഴ്സിൽ പങ്കെടുത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, R എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓർ റീഫണ്ട്, എന്തെങ്കിലും ഒന്ന് തീരുമാനമാവും. ഒന്നുകിൽ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് റീഫണ്ടും ആകാം. അതുകൊണ്ട് ഈ മാപ്പ് ആണ് സ്പീക്കേഴ്സിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരാൾക്ക് സ്പീക്കേഴ്സിയുടെ കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക? നമുക്ക് പ്രധാനമായിട്ട് 2 മോഡിലാണ് ക്ലാസ് ഉള്ളത്. ഒന്ന് ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ കേരളത്തിലുടനീളം എല്ലാ പ്രധാന സിറ്റികളിലും സ്പീക്കേഴ്സിക്ക് ഓഫ്ലൈൻ ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ വന്നിട്ട് ഒരു 15 ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ അവർക്ക് ഡെമോ ക്ലാസ്സിലിരിക്കാം. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ അവരുടെ ഫ്രീ സമയത്ത് സ്പീക്കേഴ്സിൻ്റെ ഒരു ആപ്പിൻ്റെ സപ്പോർട്ടോട് കൂടി ഒരു പേഴ്സണൽ ട്രെയിനർ അവരെ സംസാരിപ്പിക്കാനുണ്ടാവും. മോഡിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, 10 ദിവസം നമ്മൾ റീഫണ്ട് പീരീഡും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികളുണ്ട്, അല്ല ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ പലപ്പോഴും ഇൻ്റർവ്യൂവിൽ പോയി പരാജയപ്പെടാറാണ് പതിവ്. അതിനുള്ള കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലെ പ്രശ്നം തന്നെയാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് എന്താണ് ഒരു മരുന്ന് എന്താണ്? അവർ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അവർ ചെയ്യേണ്ടത് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. രണ്ടാമതായിട്ട് ഇൻ്റർവ്യൂ സ്കിൽസ്, അതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇൻ്റർവ്യൂ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അവർക്ക് ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും. കൂടെ ഇൻ്റർവ്യൂ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ 2 ബെനിഫിറ്റ് അവർക്ക് കിട്ടും. ഇംഗ്ലീഷ് സംസാരിക്കാം, കൂടെ ഇൻ്റർവ്യൂ സ്കിൽ അവർക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഒരു 10 പേർക്ക് മുന്നിൽ എഴുതി സംസാരിക്കുക എന്ന് പറയുന്നത് പലർക്കും വലിയ പേടി സ്വപ്നമാണ്. കോൺഫിഡൻസ് ഇല്ലാത്തതാണ് പ്രധാന കാരണം. മാത്രമല്ല പല ഓഫീസുകളിലാവട്ടെ പല സ്ഥാപനങ്ങളിലാവട്ടെ അത് അനിവാര്യമാകുന്ന ഘട്ടവുമുണ്ട്. ആ പെയിൻ, ആ വേദനയ്ക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളൊരു പരിഹാരം? അതായത് ഇന്ന് ഒരുവിധ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാറാണ് ഇപ്പോൾ സാർ ചോദിച്ച പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്നുള്ളത്. അപ്പം സ്പീക്കേഴ്സിയുടെ 11 സീക്രട്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കാറുള്ളത്. 3 ദിവസമാണ് പ്രോഗ്രാം ഉണ്ടാവുക. ഒരു ദിവസം അതിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ടാവും, ഇൻ്റർമീഡിയറ്റ് ക്ലാസ് ഒരു ദിവസം, അഡ്വാൻസ്ഡ് ക്ലാസ്. അപ്പോൾ ഈ ഒരു 11 സീക്രട്ട് വിത്ത് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ്, ഫിയർ ഇല്ലാതെ
കോൺഫിഡൻസോട് കൂടി ആരുടെ മുന്നിൽ നമുക്ക് എണീറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റും. നമ്മളിപ്പം തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട്. അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ സ്പീക്കേഴ്സിയുടെ പേജുകളൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്.